Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020. And now I'm doing third year MBBS in AIMS Nagpur. Today we will be doing part of the chapter Cell Cycle and Cell Division. നമ്മൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടു ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്തൊക്കെ കണ്ടു? സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്താണ്, അത് എന്തിനു വേണ്ടി നടക്കുന്നതാണ്, ആൻഡ് കോർഡിനേറ്റഡ് വേയിൽ ഏതൊക്കെ സ്റ്റെപ്സ് വഴിയാണ് നടക്കാന്ന് നമ്മൾ കണ്ടു. ഫേസ് ഓഫ് സെൽ സൈക്കിൾ നമ്മൾ എന്തൊക്കെ കണ്ടു? ഈ ഡയഗ്രാം എങ്ങനെ വരക്കാന്ന് പഠിച്ചു. എങ്ങനെ ഒരു ഹോൾ സർക്കിൾ, എന്നിട്ട് സൈക്കിള് രണ്ട് ഫേസ് ആണ് മെയിൻ. ഒന്ന് ഇന്റർഫേസ് അഥവാ പ്രിപ്പറേറ്ററി ഫേസ്, എന്തിനു വേണ്ടിയുള്ള എം ഫേസിന് അല്ലെങ്കിൽ ആക്ച്വൽ സെൽ ഡിവിഷന് വേണ്ടിയിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് എം ഫേസിന് നമ്മൾ നീറ്റ് കൊടുക്കുന്ന ആ 3 hours ആയിട്ട് കൺസിഡർ ചെയ്താല് നമ്മുടെ ഇന്റർഫേസ് എന്താണ്, നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ദ ഹോൾ ഇയർ ആ ഒരു ടൈം പീരീഡിനെ നമ്മൾ ഇന്റർഫേസ് വിളിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതാണ് ഡ്യൂറേഷൻ കൂടുതലും. ഒബ്വിയസ്ലി 95% ഇന്റർഫേസ് ആണ്, അബൌട്ട് 95%. ആൻഡ് ബാക്കിയുള്ള മാത്രമേ എം ഫേസ് അല്ലെങ്കിൽ ദ ഡ്രാമാറ്റിക് ഫേസ് അല്ലെങ്കിൽ ആക്ച്വൽ കാരിയോകൈനസിസ് ന്യൂക്ലിയർ ഡിവിഷനും സൈറ്റോകൈനസിസ് സെല്ലുലാർ ഡിവിഷനും നടക്കുന്നുള്ളൂ. ആൻഡ് ഇതിൽ ഇന്റർഫേസ് തന്നെ പല പല ഫേസിന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? G1, S and G2. G1 എങ്ങനെയാ? ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ഇന്റർഫേസും G1 ആണ് നടക്കുന്നത്. ആൻഡ് G1ന്റെ വേറെ പേര് പഠിച്ചു. എന്തൊക്കെ? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് അഥവാ പ്രീ സിന്തറ്റിക് ഫേസ്, ആൻഡ് വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് ഫേസ് ഇൻ ഇന്റർഫേസ്. ആൻഡ് ബാക്കിയുള്ള ഹാഫ് ഓഫ് ഇന്റർഫേസ് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്ത് ഒരു മേജർ പാർട്ട് എന്താക്കി? എസ് ഫേസ് ആയി കൺസിഡർ ചെയ്തു. ആൻഡ് ബാക്കിയുള്ള ഒരു ചെറിയ പാർട്ട് G2 ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് ഈ G സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്ന് ക്വസ്റ്റൻ വെച്ചാൽ എന്താ പറയും? G സ്റ്റാൻഡ്സ് ഫോർ ഗ്യാപ്പ്, അല്ലാണ്ട് ഗ്രോത്ത് അല്ല. ആൻഡ് ഈവൻസ് ഇൻ G1 ഫേസ് നമ്മൾ ജസ്റ്റ് ഇപ്പൊ പഠിച്ചു. എസ് ഫേസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസിൽ എന്തൊക്കെ ഈവൻസ് ആണ്? ആക്ച്വൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇതെവിടെയാണ്? വിത്തിൻ ദ ന്യൂക്ലിയസ് നടക്കുന്നത് ഏത് ഫേസിലാണ്? എസ് ഫേസിലാണ്. ആൻഡ് G2 ഫേസിൽ എന്തൊക്കെയാണ് നടക്കാന്ന് കണ്ടു. ആൻഡ് ആക്ച്വൽ സെൽ ഡിവിഷന്റെ പ്രോസസ്സും എങ്ങനെയാണ്, എന്തൊക്കെയാണ് എസ് ഫേസിന് മുമ്പും എസ് ഫേസിന് ശേഷവും നടക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇനി എം ഫേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിനു മുമ്പ് ഒരു ക്വിസന്റ് ഫേസ് അല്ലെങ്കിൽ G0 സ്റ്റേജ് നമ്മൾ കണ്ടിരുന്നു. ഇതിലെ പ്രത്യേകത എന്താണ്? ഇത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് എന്ന് വിചാരിക്കരുത്, ക്വിസന്റ് സ്റ്റേജ് ആയതുകൊണ്ട് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെന്റ് അവർ പ്രോലിഫറേറ്റ് ചെയ്യോ ചെയ്യാണ്ടോ ഇരിക്കാം. ആൻഡ് അടുത്ത നമ്മൾ കണ്ടത് എം ഫേസ്. അതിനെ എന്ത് വിളിച്ചു? മോസ്റ്റ് ഡ്രാമാറ്റിക് പീരീഡ് ഓഫ് സെൽ സൈക്കിൾ. എന്തുകൊണ്ടാണ് ഇത്രയും ഡ്രാമാറ്റിക് പീരീഡ്? അത് കോറിലേറ്റ് ചെയ്യാൻ ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ നീറ്റ് ആക്ച്വലി 3 hours കൊടുക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ എം ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫേസ് ആണത്, മോസ്റ്റ് ഡ്രാമാറ്റിക്. അതായത് നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു ആ എക്സാം എന്നുള്ള രീതിയിൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് മോസ്റ്റ് ഡ്രാമാറ്റിക് ആണ്. ആൻഡ് മേജർ റീഓർഗനൈസേഷൻ നടക്കുന്നുണ്ട് സെല്ലില്. വെർച്വലി ഓഫ് ഓൾ കോമ്പണൻസ്, എല്ലാ കോമ്പണൻസിന്റെയും റീഓർഗനൈസേഷൻ നടന്നു. ആൻഡ് അതില് കാരിയോകൈനസിസില് എം ഫേസിലെ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ഉണ്ട്. അതിലത്തെ കാരിയോകൈനസിസ് അഥവാ ന്യൂക്ലിയർ ഡിവിഷനിൽ എത്ര 4 സ്റ്റേജസ് എന്ന് നമ്മൾ കണ്ടു. ആൻഡ് ഈ 4 സ്റ്റേജസ് എന്തൊക്കെയാണ്? പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ് ആൻഡ് ടീലോഫേസ്. ഇത്രയുണ്ട് നമ്മൾ കണ്ടു. ഇനി പ്രോഫേസിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടിരുന്നു. ഇനി ആ പ്രോഫേസിന് താഴെ പഠിച്ചപ്പോൾ അതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടിരുന്നു. ആൻഡ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? മെറ്റഫേസ് കണ്ടു. മെറ്റഫേസിലെ എം സ്റ്റാൻഡ്സ് ഫോർ മോർഫോളജി ഓഫ് ക്രോമസോംസ് കുഡ് ബി സ്റ്റഡീഡ് എന്നുള്ള ആ മോർഫോളജി, ബെസ്റ്റ് മോർഫോളജി ഫോർ മെറ്റഫേസിലെ എം എന്ന് ഞാൻ ഓർത്ത് നോക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ഏറ്റവും ഈസിലി സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഫേസ് മെറ്റഫേസ് ആണ്. ആൻഡ് കംപ്ലീറ്റ് ഡിസിന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് തൊട്ട് എന്തൊക്കെ നടന്നു? നമ്മുടെ ഇക്വേറ്ററിൽ എല്ലാ ക്രോമസോംസും അറേഞ്ച്ഡ് ആയി. അതിന് നമ്മൾ മെറ്റഫേസ് പ്ലേറ്റ് എന്ന് വിളിച്ചു. ആൻഡ് കീ ഫീച്ചേഴ്സ് കണ്ടു. സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോർസിന് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഈ ക്രോമസോംസ് ആർ മൂവ്ഡ് ടു ദി സ്പിൻഡിൽ ഇക്വേറ്റർ ആൻഡ് ഗെറ്റ് അലൈൻഡ് അലോങ് ദി മെറ്റഫേസ് പ്ലേറ്റ്. ഇത്രയും സാധനങ്ങൾ കണ്ടിരുന്നു. ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ഇന്നത്തെ ക്ലാസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ദ ടോപ്പിക് ആനഫേസ്. ഏതാണ്? കാരിയോകൈനസിസിലെ 3rd ഫേസ് അല്ലെങ്കിൽ ആനഫേസ് എന്ന് വിളിക്കാം. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താ? വെച്ചാൽ
മെയിൻലി നടക്കുന്നത് എന്താ, ക്രോമാറ്റിഡ്സ് എങ്ങോട്ട് പോകും, ഓപ്പോസിറ്റ് പോൾസിലേക്ക്. നമുക്കറിയാം മെറ്റഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്തിരിക്കാൻ എല്ലാ ക്രോമാറ്റിഡ്സും. പക്ഷെ ഈ ഫേസിൽ ആനഫേസ് തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും, മൂവ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. ക്രോമാറ്റിഡ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങാണ്. ആൻഡ് ഒരു സംഭവം കൂടി നടക്കും, എന്താണിത്, സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോസോം. ഇനി ആനഫേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ, ഓൺസെറ്റ് ഓഫ് ആനഫേസിന്റെ സമയത്ത് എല്ലാ ക്രോമസോംസും അല്ലെങ്കിൽ ഓരോ ക്രോമസോംസും മെറ്റഫേസ് പ്ലേറ്റിൽ എങ്ങനെ എന്താവും, സ്പ്ലിറ്റ് ആവും സൈമൾട്ടേനിയസ്ലി. അതായത് ഈ ഡയഗ്രത്തിലാണ് നമ്മൾ മെറ്റഫേസ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആ ഡയഗ്രത്തിൽ എങ്ങനെ മെറ്റഫേസ് പ്ലേറ്റിന്റെ എല്ലാം ഈ ഒരു അലൈൻമെന്റിൽ അവർ നിൽക്കുകയാണ്. പക്ഷെ ആനഫേസ് തുടങ്ങുമ്പോൾ ഇവര് ഈ നടുക്കുന്ന എന്താവും, ഇവരിവിടുന്ന് സ്പ്ലിറ്റ് ആവും. നമുക്കറിയാം ഇതാണ് ഡിസ്ക് ഷേപ്ഡ് കൈനറ്റോകോർസ് സറൗണ്ടിങ് എന്ത്, നമ്മുടെ ഈ ഓരോ ക്രോമസോംസിന്റെയും സെന്ററിൽ അറ്റാച്ച് ചെയ്യുന്ന സെൻട്രോമിയറിനെ കവർ ചെയ്യുന്ന ഡിസ്ക് ഷേപ്ഡ് കൈനറ്റോകോർസിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഉള്ളത്. ആൻഡ് ഈ സ്പിൻഡിൽ ഫൈബർ ഒരു കയറ് കെട്ടി കൈനറ്റോകോർസിനെ വലിക്കുന്ന പോലെ ആലോചിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഓരോ ക്രോമസോംസും ഈ നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ആവും. അപ്പോ എന്തായി, മെറ്റഫേസ് പ്ലേറ്റിലെ ഈച്ച് ക്രോമസോമും സ്പ്ലിറ്റ് ആവുന്നു. ആൻഡ് ഈ ഡോട്ടർ ക്രോമാറ്റിക്സ് എന്ന് വിളിക്കുന്നത് എന്താ, ഈ ഓരോന്നിനെ നമ്മൾ ഡോട്ടർ ക്രോമാറ്റിക്സ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഡോട്ടർ ക്രോമാറ്റിക്സ് എന്താണ്, എങ്ങോട്ടേക്ക് പോവും, ഡോട്ടർ ക്രോമാറ്റിക്സ് ബീയിങ് ദ ഫ്യൂച്ചറിലെ ഡോട്ടർ ന്യൂക്ലിയ ആണ് അവര് മൈഗ്രേറ്റ് ചെയ്യും ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ക്രോമാറ്റിക്സ് മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. ആൻഡ് എങ്ങനെ ഈ ഇക്വറ്റോറിയൽ പ്ലേറ്റിന്ന് ഓരോ ക്രോമസോമും മൂവ് ചെയ്യുന്ന സമയം എന്താ പറ്റുക, ദ സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം റിമെയിൻസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ദ പോൾ ആൻഡ് ഹെൻസ് അറ്റ് ദ ലീഡിംഗ് എഡ്ജ്. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ, ഇതിലത്തെ പ്ലേറ്റിൽ നിന്ന് വേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രോമിയർ എങ്ങോട്ടായിരിക്കും ഡിറക്റ്റ് ചെയ്യുക, പോളിന്റെ ടുവേർഡ്സ് ആയിരിക്കും. അപ്പൊ എങ്ങനെ, അത് ലീഡിങ് എഡ്ജ്. അപ്പൊ ഇതൊരു സെല്ലാണ്, ഇതായിരുന്നു ഏത് മെറ്റഫേസിൽ അറേഞ്ച് ചെയ്തിരുന്ന മെറ്റഫേസ് പ്ലേറ്റ്. ഇപ്പോ ഇവര് സ്പ്ലിറ്റ് ആയി മൂവ് ചെയ്യാൻ തുടങ്ങാണ്. ഈ മൂവ്മെന്റിൽ നമ്മൾ ഡയഗ്രാം വരക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇതില് സെൻട്രോമിയർ അല്ലെങ്കിൽ സെന്ററിൽ അറ്റാച്ച്മെന്റ് ആണ് ലീഡിങ്. അപ്പൊ നമ്മൾ എങ്ങനെ വരക്കണം, ഇതാണോ ശരിയെന്ന് വെച്ചാൽ എങ്ങനെ പറയും, നമുക്കറിയാം ഏത് ആംസ് ഓഫ് ക്രോമസോം ബിഹൈൻഡ് ആയിരിക്കണം ആൻഡ് ടുവേർഡ്സ് ദ പോൾ അല്ലെങ്കിൽ ലീഡിങ് എഡ്ജിലുള്ളത് നമ്മുടെ സെൻട്രോമിയർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരക്കാൻ പാടുള്ളൂ, ഇത് തെറ്റാണ്. അപ്പൊ ആ കാര്യം മനസ്സിലാക്കി. എങ്ങനെ, മൂവ്മെന്റ് സമയത്ത് സെൻട്രോമിയർ എങ്ങോട്ടേക്കാണ്, പോളിന്റെ അങ്ങോട്ടേക്കാണ്, ആൻഡ് ഇസ് അറ്റ് ദ ലീഡിങ് എഡ്ജ്. ആൻഡ് അപ്പൊ ആനഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തൊക്കെ കാണാൻ പറ്റും, നമുക്കറിയാം സെൻട്രോമിയസ് സ്പ്ലിറ്റ് ആവുന്നു, ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവുന്നു, ആൻഡ് ദേ മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇതാ ഈ ഡയഗ്രാം നോക്കി അറിയും. എങ്ങനെ, ഏതാണ് ലീഡിങ് എഡ്ജില്, നമ്മുടെ സെൻട്രോമിയർ ആണ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോൾസിന്റെ സൈഡിലേക്ക്. ആൻഡ് ദി ആംസ് അവര് എങ്ങനെയാ ബിഹൈൻഡില് ട്രെയിൽ ചെയ്ത് വരികയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് സ്റ്റേജ് ടു ഒബ്സർവ് ദി ഷേപ്പ് ഓഫ് ക്രോമസോം ചോദിച്ചാല് നമ്മൾ എന്ത് പറയും, ആനഫേസ്. അതൊരു കൺഫ്യൂസിങ് പോയിന്റ് ആണ്, അത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഏത് ഷേപ്പ് ഓഫ് ക്രോമസോം ബെസ്റ്റ് സ്റ്റേജ് ഏതാണ് ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ ആനഫേസ് പറയുന്നത്. പക്ഷെ മോർഫോളജി ആണ് ചോദിക്കുന്നതെങ്കിൽ, ഈസിലി സ്റ്റഡിയബിൾ ആയിട്ടുള്ള മോർഫോളജി ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ മെറ്റഫേസ് പറയണം. ഇനി അടുത്തത് ഏതാണ്, സൈറ്റോകൈനസിന് മുമ്പ് നടക്കുന്ന ലാസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ടീലോഫേസ്. ടീലോഫേസിൽ എന്തൊക്കെ നടക്കും നമുക്കറിയാം, ഒരു റിവേഴ്സിബിൾ രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ ഓരോന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതുപോലെ ഇപ്പൊ എല്ലാം കണ്ടൻസ് ചെയ്ത് ഡീകണ്ടൻസേഷൻ നടന്ന് റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ എന്തൊക്കെ റീഅപ്പിയർ ചെയ്യും, ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി, ഈ സാധനങ്ങൾ റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് അടുത്തത് എന്താ നടക്കുക, ഡീകണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. ഇപ്പൊ എന്താ വെച്ചാൽ ഡീകണ്ടൻസേഷൻ നടക്കുമ്പോൾ ക്രോമസോമിന് ലോസ് ആവും എന്ത്,
ഐഡന്റിറ്റി ലൂസ് ആവും. ആരുടെ? ക്രോമസോംസിന്റെ ഡീകണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. അപ്പോ at the beginning of final stage of karyokinesis ഏതാ? ടീലോഫേസ്. ആൻഡ് ദ ക്രോമസോംസ് എങ്ങനെ? നമുക്കറിയാം അവരുടെ റെസ്പെക്റ്റീവ് പോൾസിലേക്ക് ഓൾറെഡി എത്തി. ആൻഡ് അവര് ഇൻഡിവിജ്വാലിറ്റി ലൂസ് ചെയ്ത് ഡീകണ്ടൻസ് ആവാണ്. ആൻഡ് ഇവരെങ്ങനെയാ? ഈ ഫേസിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ക്രോമസോംസ് ആയിട്ട് ഐഡന്റിഫയബിൾ അല്ല. എങ്ങനെ? അവര് ആക്ച്വലി ഒരു അഗ്രിഗേറ്റ് പോലെ ഫോം ചെയ്യാണ്. ഫസ്റ്റ് എങ്ങനെയാണ് ക്രോമസോം ഇങ്ങനെ ഒരു ആഗ്രിഗേഷൻ പോലെ ഫോം ചെയ്ത് അതേപോലെ തിരിച്ച് വരാൻ പോവാണ്. അപ്പൊ കീ ഇവന്റ്സ് എന്താന്ന് വെച്ചാൽ എന്ത് പറയും? ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾസിൽ അവര് ക്ലസ്റ്റർ ചെയ്യും. ആൻഡ് അവരുടെ ഐഡന്റിറ്റി ഇസ് ലോസ്റ്റ് ആസ് ഡിസ്ക്രീറ്റ് എലമെന്റ്സ്. പിന്നെ സംഭവിക്കുന്നത് എന്താ? എല്ലാ ഡിസപ്പിയർ ചെയ്ത ഏതൊക്കെ അപ്പാരറ്റസ് ഫുൾ സാധനങ്ങളും റീഅപ്പിയർ അല്ലെങ്കിൽ റീഫോം ചെയ്യും. ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അറൌണ്ട് ദി ക്രോമസോം ക്ലസ്റ്റേഴ്സ്. ഓരോ പോളിലെയും ക്രോമസോം ക്ലസ്റ്റർ നമുക്കറിയാം ഓൾറെഡി ഡീകണ്ടൻസ് ചെയ്ത് ഒരു അഗ്രിഗേറ്റ് പോലെ ഫോം ചെയ്യും. അതിന്റെ പുറത്ത് ന്യൂക്ലിയർ എൻവലപ്പിന്റെ ഡെവലപ്പിങ്ങും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടീലോഫേസിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ പറയാണ്. ഏത്? മെയിൻ ആദ്യത്തെ പ്രോഫേസിൽ എന്താ? കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ക്രോമസോമൽ മെറ്റീരിയലിന്റെ എല്ലാം കണ്ടൻസ് ചെയ്ത് ഇൻഡിവിജ്വൽ സ്ട്രക്ചർ ആവാൻ തുടങ്ങും. ആൻഡ് പതുക്കെ നമ്മുടെ ഗോൾഗി, എൻഡോപ്ലാസ്മിഡ് ന്യൂക്ലിയർ എൻവലപ്പ് എല്ലാം ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഇനി മെറ്റഫേസിൽ എന്താ സംഭവിക്കുന്നത്? മെറ്റഫേസിൽ കംപ്ലീറ്റ് ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് തൊട്ട് എന്തൊക്കെ സംഭവിച്ചു? അവര് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ അറ്റാച്ച്മെന്റ് നടക്കുന്നു കൈനറ്റോകോർസിൽ. ഇനി അവര് മെറ്റഫേസ് പ്ലേറ്റിൽ അറേഞ്ച്മെന്റ് നടക്കുന്നു. ആൻഡ് ആനഫേസിൽ സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോസോം നടന്ന് അവര് രണ്ട് സൈഡിലേക്കും പോവാണ്. ആൻഡ് ക്രോമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. മൂവ്മെന്റ് പ്രത്യേകത എന്താ? ആരാണ് ട്രെയിലിംഗ് ബിഹൈൻഡ്? ദ ആംസ്. ആൻഡ് ആരാണ് ലീഡിംഗ് എൻഡ് ആരുടെയാണ്? സെൻട്രോമിയേഴ്സിന്റെ ആണ്. ആൻഡ് ടീലോഫേസിൽ ഫൈനലി എല്ലാ ഓർഗനൽസും റീഫോം ചെയ്യും. ആൻഡ് ഡീകണ്ടൻസേഷൻ നടന്ന് അവരുടെ ഇൻഡിവിജ്വാലിറ്റി ലൂസ് ചെയ്ത് ഒരു ആഗ്രിഗേറ്റ് ഫസ്റ്റ് ഉണ്ടായ പോലെ തന്നെ ഫോം ചെയ്തു. ഇനി സൈറ്റോകൈനസിസ് തുടങ്ങുകയാണ്. സൈറ്റോകൈനസിസ് ആ പേരിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ഇനി അതില് മെയിൻലി നോട്ട് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാല് ആനിമൽ സെൽസിലും പ്ലാന്റ് സെൽസിലും ഡിഫറെന്റ് ആണ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ആനിമൽ സെല്ലിൽ എങ്ങനെയാ? ഒരു ഫറോ ഫോർമേഷൻ നടന്നാണ് അതില് ഡിവിഷൻ നടക്കുക സൈറ്റോപ്ലാസത്തിന്റെ. പക്ഷെ പ്ലാന്റ് സെല്ലില് എന്ത് ഫോർമേഷൻ നടന്നാണ്? സെൽ പ്ലേറ്റ് ഫോർമേഷൻ നടന്നാണ് സൈറ്റോകൈനസിസ് നടക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചു. മൈറ്റോസിസ് കഴിഞ്ഞ് എന്തൊക്കെയായി? സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോംസ് ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് നടന്നു ഓൾറെഡി. അതിന്റെ മീനിങ് എന്താ? അതിന്റെ ടേം എന്താ? കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞു. പക്ഷെ നമുക്ക് സൈറ്റോപ്ലാസം കൂടി സെപ്പറേറ്റ് ചെയ്ത് സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞതിന്റെ പ്രോസസ്സും കൂടി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ ആനിമൽ സെല്ലില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പിയറൻസ് ഓഫ് ഫറോ ആണ് നടക്കുന്നത്. എവിടെ? പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ഫറോ ഫോർമേഷൻ നടന്നിട്ടാണ് എങ്ങനെ ആനിമൽ സെല്ലിൽ സൈറ്റോകൈനസിസ് നടക്കുന്നത്. ടേം ബൈ ടേം ഇമ്പോർട്ടന്റ് ആണ് ഈ സെന്റൻസസ്. എങ്ങനെയാന്ന് വെച്ചാല് നമുക്കറിയാം ഇപ്പൊ ഓൾറെഡി ഉള്ള സെല്ലില് രണ്ട് അറ്റത്തും എന്തായി? ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയസ് ഓൾറെഡി ഡിവൈഡ് ചെയ്തു. ഇതെന്താ? ഡീകണ്ടൻസ് ചെയ്ത് ഇൻഡിവിജ്വാലിറ്റി ലൂസ് ചെയ്ത ക്രോമസോംസ്. ഇത് ന്യൂക്ലിയർ എൻവലപ്പ് ഓൾറെഡി ഏതില്? ടീലോഫേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെന്ന് പഠിച്ചു. ഇനി ഈ സെല്ല് എങ്ങനെയാണ് ഇനി ഡിവൈഡ് ചെയ്യേണ്ടത്? സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കാം. എങ്ങനെ? ഈ അറ്റത്തുനിന്ന് ഒരു പതുക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ഏതിന്റെ കേസില്? ആനിമൽ സെല്ലില്. ആൻഡ് ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? കുറെ മൈക്രോ ഫിലമെന്റ്സ് ഉണ്ടാവും. ഈ മൈക്രോ ഫിലമെന്റ്സ് എന്താ? നമ്മുടെ സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സ് ആണ്. സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സ് ആയ മൈക്രോ ഫിലമെന്റ്സ് ഉണ്ടാവും. ഏത്? രണ്ട് സൈഡിലും ഉണ്ടാവും. ആൻഡ് ഇവര് പതുക്കെ എന്ത് ചെയ്യും? ഫറോ ഫോർമേഷൻ അവര് ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പൊ ഫറോ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ഒരു ഡമ്പൽ പോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ
ഡീപ്പൻ ചെയ്ത് വരുന്ന ഒരു ഫറോ ആയിട്ട് ഫോർമേഷൻ നടക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫറോ ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഇത് കഴിഞ്ഞ് എന്താ പറ്റുക? ഈ പ്രോസസ്സിന് ഫൈനലി നടക്കാൻ പോകുന്നത് എന്താ? സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടന്ന് സെല്ലുലാർ ഡിവിഷൻ കംപ്ലീറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ ഈ ഫറോ ഫോർമേഷൻ കാരണം നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? സെൻട്രിപീറ്റൽ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ്? ഫറോ ഫോർമേഷൻ നടന്ന് സെന്റർ പീറ്റൽ എന്ന് വെച്ചാൽ ടുവേർഡ്സ്. അപ്പൊ എങ്ങനെയാ ഇത് ടുവേർഡ് സെന്റർ ആണ് ആ ഡിവിഷൻ നടക്കുക, ഫറോ ഫോർമേഷൻ നടന്ന്. അപ്പൊ നമ്മൾ അതിനെ സെന്റർ സീക്കിംഗ് അല്ലെങ്കിൽ സെൻട്രിപീറ്റൽ എന്ന് വിളിച്ചു. ഇനി ഇത്രയും കാര്യങ്ങള് ആനിമൽ സെല്ലിന്റെ. ഇനി പ്ലാന്റ് സെല്ലിന്റെ കേസിൽ എന്താണ് നടക്കുക? ഇതാണ് പ്ലാന്റ് സെല്ലിനെ കൺസിഡർ ചെയ്യുക. പ്ലാന്റ് സെല്ലിന്റെ ഇതെന്തായിരിക്കും? സെൽ വോൾ. ഇനി പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് ആ പ്ലാസ്മ മെംബ്രെയിൻ കൺസിഡർ ചെയ്യുക. അതിന്റെ എല്ലാത്തിന്റെ ഉള്ളില് ഓൾറെഡി രണ്ട് സൈഡില് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കടന്ന് കാണുന്നുണ്ട്. ആൻഡ് ഇതിന്റെ സെന്ററിൽ ഒരു സാധനം വന്ന് നിൽക്കും. ഇതിന്റെ പേരാണ് ഫ്രാഗ്മോപ്ലാസ്റ്റ്. വാട്ട് ഇസ് ദിസ് ഫ്രാഗ്മോപ്ലാസ്റ്റ്? ഫ്രാഗ്മോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോംപ്ലക്സ്. എന്തുകൊണ്ടുണ്ടാക്കുന്ന കോംപ്ലക്സ് ഓഫ് ഗോൾജി ആൻഡ് മൈക്രോട്യൂബ്യൂൾ ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത്രയും സാധനത്തിന്റെ ഒരു കോംപ്ലക്സ് ആണ് ഫ്രാഗ്മോപ്ലാസ്റ്റ്. ആൻഡ് ഇനി എന്താ സംഭവിക്കുക? ഈ ഫ്രാഗ്മോപ്ലാസ്റ്റ്, ഈ സെന്ററിലെ ഫ്രാഗ്മോപ്ലാസ്റ്റ് അറ്റത്തേക്ക് അല്ലെങ്കിൽ പെരിഫറിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അതിന് എന്ത് വിളിച്ചു? അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സെൽ പ്ലേറ്റ് ഫോർമേഷൻ എന്ന് വിളിച്ചു. ആൻഡ് ഈ സെൽ പ്ലേറ്റ് ഫോർമേഷൻ എവിടുന്നാണ്? സെന്ററിൽ നിന്ന് പുറത്തേക്കാണ്, അവേ ഫ്രം ദി സെന്റർ ആണ് നടക്കുന്നത്. അപ്പോ അവേ ഫ്രം ദി സെന്ററിനെ നമ്മൾ എന്ത് വിളിച്ചു? സെൻട്രിഫ്യൂഗൽ എന്ന് വിളിച്ചു. അതായത് സെൽ പ്ലേറ്റ് എങ്ങനെയാണ്? ഗ്രോസ് ഔട്ട്, അതായത് പുറത്തേക്ക് ഗ്രോ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ സെൻട്രിഫ്യൂഗൽ എന്ന് വിളിച്ചു. ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഡിഫറൻസസ് കണ്ടു? ഫറോ ഫോർമേഷൻ നടന്ന് പ്ലാസ്മ മെംബ്രെയിനിൽ ഫറോ ഫോർമേഷൻ നടന്ന് സെൻട്രിപീറ്റൽ രീതിയിൽ ആനിമൽ സെല്ലിന്റെ ഡിവിഷനും പ്ലാന്റ് സെല്ലിലെ സെൻട്രിഫ്യൂഗൽ രീതിയിൽ സെൽ പ്ലേറ്റ് കൊണ്ടുള്ള ഡിവിഷനും, അതായത് സൈറ്റോകൈനസും നമ്മൾ കണ്ടു. അപ്പൊ ആനിമൽ സെൽ എന്താ? ആദ്യം അപ്പിയറൻസ് ഓഫ് ഫറോ ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഇവര് പതുക്കെ ഡീപ്പൻ ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി അവര് രണ്ട് അറ്റത്തു നിന്നുള്ള ഫറോവും സെന്ററിൽ മീറ്റ് ചെയ്ത് ഫൈനലി സൈറ്റോപ്ലാസം രണ്ട് ആക്കി ഡിവൈഡ് ചെയ്യും. പക്ഷെ പ്ലാന്റ് സെൽസിന് എങ്ങനെയാ? അവർക്ക് ഇൻഎക്സ്റ്റെൻസിബിൾ സെൽ വോൾ ആണ്. നമുക്കറിയാം ഹൈലി റിജിഡ് ആയിട്ടുള്ള സെൽ വോൾ ആണ്. അവർക്ക് ഫ്ലെക്സിബിലിറ്റി തീരെ ഇല്ല. അപ്പോ അവര് സൈറ്റോകൈനസിസ് പോകണമെങ്കിൽ ഈ സെൽ വോളിലെ ഫറോ ഫോർമേഷൻ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. കാരണം എന്താ? അത്രയും റിജിഡിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോ എന്താ നടക്കുക? പ്ലാന്റ് സെൽസിൽ വോൾ ഫോർമേഷൻ ആദ്യം നടക്കുന്നത് സെന്ററിലാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന സെന്ററിലാണ്. ആൻഡ് അവർ ഗ്രോ ഔട്ട്വേർഡ്സ് ഗ്രോ ചെയ്ത് ഫൈനലി ലേറ്ററൽ വോൾ അല്ലെങ്കിൽ എൻഡിലെ വോൾസിൽ അല്ലെങ്കിൽ പെരിഫറിയിലെ വോൾസിനെ മീറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി ഈ സെൽ വോൾ ബിഗിൻസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ സിമ്പിൾ പ്രിക്കേഴ്സർ. ആ പ്രിക്കേഴ്സറിനെയാണ് നമ്മൾ സെൽ പ്ലേറ്റ് എന്ന് വിളിച്ചത്. ആൻഡ് സെൽ പ്ലേറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ദ മിഡിൽ ലാമെല്ല ബിറ്റ്വീൻ ദ വാൾസ് ഓഫ് ടു ആഡ്ജസന്റ് സെൽസ്. ഈ സെൽ പ്ലേറ്റ് എന്താ? രണ്ട് ആഡ്ജസന്റ് സെൽസിന്റെ നടുക്കുള്ള മിഡിൽ ലാമെല്ല, അതായത് ഒരു സെല്ല് ഇവിടെ അടുത്ത സെല്ല് ഇവിടെ, അങ്ങനെ രണ്ട് അഡ്ജസന്റ് സെൽസിന്റെ നടുക്കുള്ള സ്ട്രക്ചറാണ് നമ്മൾ മിഡിൽ ലാമെല്ല എന്ന് വിളിക്കുന്നത്. ബിറ്റ്വീൻ ദി വാൾസ് ഓഫ് അഡ്ജസന്റ് സെൽസ്. അതിനെ റെപ്രസെന്റ് ചെയ്യാണ് എന്ത്? നമ്മുടെ സെൽ പ്ലേറ്റ്. ആൻഡ് അറ്റ് ദി ടൈം ഓഫ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഓർഗനൽസിന് എന്ത് സംഭവിക്കും? ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും ബിറ്റ്വീൻ ടു ഡോട്ടർ സെൽസ്. ഇനി ചില ഓർഗനിസത്തില് എന്താണ്? കാരിയോകൈനസിസ് ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യില്ല. കാരിയോകൈനസിസ് കഴിഞ്ഞ് അപ്പൊ തന്നെ സൈറ്റോകൈനസിസ് നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അവർക്ക് എന്ത് പറ്റും? ഒരേ സെല്ലിൽ തന്നെ എങ്ങനെ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് കണ്ടീഷൻ എന്ന് വിളിക്കും? അതിന് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കും. ആൻഡ് അവരെന്താ?
അത് എന്ത് സ്റ്റേറ്റസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക? സിൻസീഷ്യം എന്ന് വിളിക്കും. അതായത് മോർ ദൻ വൺ ന്യൂക്ലിയർ ഇൻ ദ സെയിം സെൽ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ലിക്വിഡ് എൻഡോസ്പേം ഇൻ കോക്കനട്ട്. നമുക്കറിയാം ലിക്വിഡ് എൻഡോസ്പേം ഇൻ കോക്കനട്ട് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ കാരണം സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല, അതായത് സെൽ ഡിവിഷൻ ആക്ച്വലി നടക്കുന്നില്ല, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് മാത്രം നടക്കുന്നതുകൊണ്ട് അത് മൾട്ടി ന്യൂക്ലിയർ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സിൻസീഷ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആനഫേസിന്റെ ഡയഗ്രം നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ആംസ് ബാക്കിൽ ട്രെയിൽ ചെയ്ത് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ലീഡിങ് ആയിട്ട് സെൻട്രോമിയർ പോകുന്ന രീതി. ഇനി ടീലോഫേസിൽ എല്ലാം റീ അപ്പിയർ ചെയ്യാണ് ആൻഡ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി എല്ലാം ലൂസായി അവരൊരു ആഗ്രിഗേറ്റ് പോലെ. ഇതിൽ നമുക്ക് ക്രോമസോം, ഈ നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചർ, ഇങ്ങനത്തെ സ്ട്രക്ചറിനെ ക്രോമസോമോ സെൻട്രോമിയറോ എടുത്ത് കാണാൻ പറ്റുന്നതല്ല. നമുക്കൊരു ജസ്റ്റ് ഒരു ആഗ്രിഗേറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേഗ് ആയിട്ടുള്ളൊരു പിക്ചർ. ഫൈനലി നമുക്കറിയാം അഗൈൻ എന്ത് വരും? ഇന്റർഫേസ് വരും. ഈ ഡയഗ്രം തന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ എന്ത് പറയണം? ഇന്റർഫേസ് എന്ന് പറയണം. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസ് ആണ് കാണാൻ പോകുന്നത്. എന്താണ്? മൈറ്റോസിസിനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിച്ചു, ഇക്വേഷണൽ ഡിവിഷൻ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഹ്യൂമൻ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ 46 ക്രോമസോം ആണ്, അല്ലെങ്കിൽ 23 പേഴ്സ് ആണ് ഇന്ന സെൽ. ഇതിന്റെ ഡിവിഷൻ കഴിയുമ്പോൾ ഡോട്ടർ സെൽസിലും എത്ര ക്രോമസോംസ് തന്നെയാണ് ഉള്ളത്? എത്ര? 46 തന്നെയാണ്. അതായത് ഈക്വൽ നമ്പർ തന്നെയാണ്. അതിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിച്ചു. അപ്പോ മൈറ്റോസിസ് അല്ലെങ്കിൽ ഇക്വേഷണൽ ഡിവിഷൻ എങ്ങനെയാണ്? യൂഷ്വലി നമ്മൾ ഡിപ്ലോയിഡ് സെൽസിലാണ് ഇക്വേഷണൽ ഡിവിഷൻ കാണുന്നത്. പക്ഷേ എന്താണ്? ചില ലോവർ പ്ലാന്റ്സിലും ചില സോഷ്യൽ ഇൻസെക്ട്സിലും ഹാപ്ലോയിഡ് സെൽസും മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഓൾറെഡി കണ്ടിരുന്നു, ഹണി ബീസിൽ നമ്മൾ ഇത് കണ്ടുവരുന്നതാണ്. ഇനി ലോവർ പ്ലാന്റ്സിലും ചില ഇൻസെക്ട്സിലും ഏത് ഹാപ്ലോയിഡ് സെൽസും ഡിവൈഡ് ബൈ മൈറ്റോസിസ്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഡിവിഷൻ എന്താണെന്ന് നമുക്ക് കാണാൻ പോവാണ്. മൈറ്റോസിസ് ആക്ച്വലി എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് ഐഡന്റിക്കൽ ജനറ്റിക് കോംപ്ലിമെന്റ്. എക്സാക്ട്ലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ജനറ്റിക് കോംപ്ലിമെന്റ്. അതായത് നമ്മുടെ ബോഡിയിലത്തെ സെൽസ് ഡിപ്ലോയിഡ് സെൽസ് ആണെന്ന് പറയുന്നത്, നമുക്ക് സ്കിന്നിൽ ഒരു സെല്ല് ഏതാണ് ഡിവൈഡ് ചെയ്തിപ്പോ മൈറ്റോസിസ് വഴി നടന്നാൽ അടുത്ത സെല്ലും എങ്ങനെയാണ്? ജനറ്റിക്കലി ഐഡന്റിക്കൽ തന്നെ ആയിരിക്കും. അപ്പോ ഇങ്ങനെ ജനറ്റിക്കലി ഐഡന്റിക്കൽ കോംപ്ലിമെന്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു അതിനെ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത്. നമുക്കറിയാം ഗ്രോത്ത് ബേസിക്കലി സെൽ ഡിവിഷന്റെ ടേംസിലാണ് നമ്മൾ പറയാ. ഈ ഗ്രോത്ത് സെല്ല് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിനാണ് എങ്ങനെ യൂണിസെല്ലുലാറിന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നത്. അപ്പോ അത് ഏത് പ്രോസസ്സ് കാരണമാണെന്ന് പറഞ്ഞു? മൈറ്റോസിസ് കാരണമാണ്. ആൻഡ് സെൽ ഗ്രോത്ത് ഏതില് റിസൾട്ട് ചെയ്യും? നമുക്കറിയാം റേഷ്യോ ബിറ്റ്വീൻ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോന് ഇത് എന്ത് ചെയ്യും? ഡിസ്റ്റർബ് ചെയ്ത് അവര് റേഷ്യോന് എന്ത് ചെയ്യും? ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ആൻഡ് അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഇറഗുലർ ആയി പോയാല് എന്താണ്? അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കറിയാം സെൽ ഹാസ് ടു ഡിവൈഡ്. എന്തിന്? ഈ അബ്രപ്റ്റ് ബ്രേക്ക് ആയ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോനെ റീസ്റ്റോർ ചെയ്യാൻ. ആൻഡ് അടുത്തത് എന്താ? സെൽ റിപ്പയർ. ഫങ്ഷൻ ഓഫ് സെൽ റിപ്പയർ ബോഡിയിൽ നടക്കുന്നത് മൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ദ സെൽസ് ഓഫ് ദി അപ്പർ ലെയർ ഓഫ് ദി എപ്പിഡെർമിസ് ആൻഡ് സെൽസ് ലൈനിങ് ദ ഗട്ട് ആൻഡ് ബ്ലഡ് സെൽസ് ആർ ബീങ് കോൺസ്റ്റന്റ്ലി റീപ്ലേസ്ഡ്. ഏതൊക്കെ? എപ്പിഡെർമിസിന്റെ അപ്പർ ലെയർ, ഗട്ട് ലൈനിങ്ങിലുള്ള സെൽസ് ആൻഡ് ബ്ലഡ് സെൽസ് കോൺസ്റ്റന്റ്ലി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ എന്തൊക്കെ വന്നു? അപ്പൈക്കൽ ആൻഡ് ദി ലേറ്ററൽ കേമ്പിയം. ഇതെന്താണ് റിസൾട്ട് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അതവരുടെ പ്രൈമറി ഗ്രോത്തും സെക്കൻഡറി ഗ്രോത്തും ഒക്കെ ഉള്ളത് എന്ത് കാരണമാണ്? ഈ മൈറ്റോട്ടിക് ഡിവിഷൻ കാരണമാണ്. അപ്പൊ നമ്മൾ പോയിന്റ്സ് എന്തൊക്കെ പറഞ്ഞു? ജനറ്റിക്കലി സെയിം ആയിട്ടുള്ള ക്ലോൺസ് തന്നെ നമുക്ക് പറയാം, കാരണം എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണ്. ജനറ്റിക്കലി സെയിം ആയിട്ടുള്ള പുതിയ കോംപ്ലിമെന്റ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും, റിപ്പയർ വർക്ക് ചെയ്യും, ആൻഡ് ഇഞ്ചറി കഴിഞ്ഞ് ഹീലിംഗിന് ഹെൽപ്പ് ചെയ്യും, റീസ്റ്റോർ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ, ആൻഡ് ഫൈനലി
ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദർ ലൈഫ്. ഇത്രയും കാര്യങ്ങൾ മൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് പോസിബിൾ ആയത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മിയോസിസ്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം. ആദ്യം ഗാമേറ്റ്സ് ഉണ്ടാവും, മെയിൽ ഫീമെയിൽ ഗാമേറ്റ്. ഇനി അവർക്ക് ഓരോന്നിനും ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിരിക്കും. കാരണം ഈ ഗാമേറ്റ്സിന് എങ്ങനെയാ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്ന ഓവം അല്ലെങ്കിൽ സ്പെർമിന് 46 ക്രോമസോംസ് അല്ല. അവരുടെ മിയോസിസ് നടന്ന് ഹാഫ് ദി നമ്പർ ഓഫ് ക്രോമസോംസേ ഉള്ളൂ. അപ്പൊ അവർക്ക് എത്രയേ ഉള്ളൂ ക്രോമസോംസ്? ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ്. ഇനി അവരുടെ ഫ്യൂഷൻ നടന്ന് എന്ത് സംഭവിക്കും? ഫ്യൂഷൻ നടന്ന് ഉണ്ടാവുന്നത് ഏതാണ്? സൈഗോട്ട്. ആൻഡ് ഈ സൈഗോട്ട് എങ്ങനെ അഗൈൻ ബാക്ക് ടു ഡിപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ്. ഇനി നമുക്കറിയാം ഗാമേറ്റ്സ് ആർ ഫോംഡ് ഫ്രം സ്പെഷ്യലൈസ്ഡ് ഡിപ്ലോയിഡ് സെൽസ്. കാരണം എന്താ? ഈ ഡിപ്ലോയിഡ് സെൽസ് സ്പെഷ്യലൈസ്ഡ് ടു ഡു വാട്ട്? ഏത്? ദ പ്രോസസ് ഓഫ് മിയോസിസ് നടന്നാണ് ഗാമേറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പോ നോർമൽ സെൽസിന് അതങ്ങനെ പറ്റില്ല. പക്ഷെ മിയോസിസ് നടക്കാൻ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ സ്പെഷ്യലൈസ്ഡ് ഡിപ്ലോയിഡ് സെൽസ് എന്ന് വിളിച്ചു. ആൻഡ് ദിസ് സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസസ് ദ ക്രോമസോം നമ്പർ ബൈ ഹാഫ്. ക്രോമസോം നമ്പർ റെഡ്യൂസ് ആയി ടു ഹാഫ് ആൻഡ് റിസൾട്ടിങ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്. ഈ കൈൻഡ് ഓഫ് ഡിവിഷനെ നമ്മൾ എന്ത് വിളിച്ചു? മിയോസിസ് എന്ന് വിളിച്ചു. മിയോസിസ് എന്ത് എൻഷോർ ചെയ്തു? എല്ലാ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് നടക്കുന്ന ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളില് ഒരു ഹാപ്ലോയിഡ് ഫേസിന് സ്ഥാനം കൊടുത്തു. ആൻഡ് ഈ ഹാപ്ലോയിഡ് ഫേസ് ഉണ്ടായിട്ട് പിന്നെ അഗെയിൻ ഡിപ്ലോയിഡ് ഫേസ് റീസ്റ്റോർ ചെയ്യുന്ന ഇതേതാണ്? ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സാണ്. അപ്പൊ ഈ സെന്റൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരുന്നു. എങ്ങനെ? ഡാഷ് എൻഷോർസ് പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഫേസ് ഇൻ ലൈഫ് സൈക്കിൾ whereas dash restores the diploid phase. ഇതിൽ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ വരിക, എവിടെയാണ് മിയോസിസ് വരിക എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്കറിയാം മിയോസിസ് ഏത് പ്രോസസ്സിലാണ് നമുക്ക് പ്ലാന്റ്സിലും ആനിമൽസിലും കാണാൻ പറ്റുക? ദ പ്രോസസ് ഓഫ് ഗാമീറ്റോജെനസിസ്, അതായത് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്. ഇനി നമ്മൾ മിയോസിസിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? നമുക്കറിയാം മൈറ്റോസിസ് പോലെ തന്നെ സീക്വൻഷ്യൽ ന്യൂക്ലിയറും സെൽ ഡിവിഷനും നടക്കും. പക്ഷേ നമുക്കറിയാം ഈ ആക്ച്വലി ദ ഹോൾ പ്രോസസ് മൈറ്റോസിൽ നമ്മൾ കണ്ട സാധനം മൈറ്റോസിന്റെ എല്ലാം ട്വൈസ് നടക്കും. ഏതില്? മിയോസിസില് ട്വൈസ് നടന്ന് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഒന്ന് മിയോസിസ് 1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ സീക്വൻസിനെ മിയോസിസ് 2 എന്ന് വിളിച്ചു. പക്ഷെ ഈ ന്യൂക്ലിയറും സെൽ ഡിവിഷനും രണ്ട് സീക്വൻഷ്യൽ സൈക്കിളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആകെ ഒരു സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ ഉള്ളൂ. എങ്ങനെ? DNA റെപ്ലിക്കേറ്റ് ആവുന്ന പ്രോസസ്സ് അത് ഒരൊറ്റ സൈക്കിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ എത്ര എണ്ണം ഉണ്ട്? 2 സീക്വൻഷ്യൽ സൈക്കിൾസിലാണ് നടക്കുക. ആൻഡ് മിയോസിസ് 1 എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ പേരന്റൽ ക്രോമസോംസ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആദ്യം ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാക്കും. ഏത് ഫേസില്? എസ് ഫേസില്. മിയോസിസ് 1 തുടങ്ങുമ്പോൾ ഈ പേരന്റൽ ക്രോമസോംസ് ആദ്യം റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കണം? റെപ്ലിക്കേറ്റ് ചെയ്യും ഐഡന്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഫോട്ടോ കോപ്പി പോലെ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എസ് ഫേസിൽ ഉണ്ടാക്കാൻ വേണ്ടി റെപ്ലിക്കേറ്റ് ചെയ്യും. ആൻഡ് മിയോസിസ് എന്താ പറ്റുക? ഈ ഹോമോലോഗസ് ക്രോമസോംസിന്റെയും അഗൈൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ റീകോമ്പിനേഷനും നടന്നാണ് മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുക. ഇത്രയും കാര്യങ്ങൾ കുറച്ച് വായിക്കുമ്പോൾ കോംപ്ലെക്സ് ആണെങ്കിലും പ്രോസസ്സ് മനസ്സിലാക്കുമ്പോൾ ഈസിയർ ആയിരിക്കും. ഇനി ഫൈനലി അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2 എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ എൻഡിൽ 4 ഹാപ്ലോയിഡ് സെൽസ്. നമുക്കറിയാം മൈറ്റോസിസ് നടന്നപ്പോൾ ഒരു സെല്ല് രണ്ട് ഡോട്ടർ സെൽസ് ആയി. പക്ഷെ ഇത് മിയോസിസ് ആണെങ്കിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2 ആണ് ദ ഹോൾ പ്രോസസ് മിയോസിസിന്റെ എൻഡിനെ മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ എൻഡിൽ എന്തുണ്ടായി? 4 ഹാപ്ലോയിഡ് സെൽസ്. മൈറ്റോസ് പോലെയല്ല, 4 ഹാപ്ലോയിഡ്. മൈറ്റോസിൽ ഡിപ്ലോയിഡ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഹാപ്ലോയിഡ് സെൽസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം മിയോസിസ് 1ഉം മിയോസിസ് 2ഉം ഓരോ ഫേസിലും എല്ലാ 4 ഫേസും റിപ്പീറ്റഡ്ലി നടക്കുന്നുണ്ട്. അതായത് ട്വൈസ്
whatever happens in mitosis. പക്ഷെ with some exceptions. Like ഉണ്ടാവുന്ന ഹാപ്ലോയിഡ് സെൽസ് ആണ്, ഉണ്ടാവുന്ന ഹാപ്ലോയിഡ് സെൽസ് നാലെണ്ണം ഇൻ നമ്പർ ആണ്, അത്രയും കാര്യങ്ങൾ. ഇനി ഇതിൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ മിയോസിസ് 1-ലെ പ്രോഫേസ്, നമുക്കറിയാം പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ് 4 ഫേസ് ആണ്. പക്ഷെ മിയോസിസ് 1-ലെ പ്രോഫേസ് 1 തന്നെ again divided into സബ് ഫേസസ്. അതിനെ നമ്മൾ കാണാൻ പോവാണ്. എങ്ങനെ മിയോസിസ് 1-ലെ പ്രോഫേസ് 1 എങ്ങനെയായി അഗെയിൻ ഡിവൈഡ് ചെയ്തു. എന്തൊക്കെ ഉണ്ടാക്കാൻ? ഇതിന്റെ സബ് സ്റ്റേജസ്, സബ് ഫേസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ലെപ്റ്റോട്ടീൻ, പിന്നെ സൈഗോട്ടീൻ, ടാക്ടീൻ, ഡിപ്ലോട്ടീൻ, ഫൈനലി ഡയാകൈനസിസ്. ഇപ്പൊ പ്രോഫേസ് 1-ന്റെ സബ് സ്റ്റേജസിന്റെ പേരും അതിന്റെ സീക്വൻസും പഠിച്ചു വെക്കുക. ആൻഡ് ഈ ലെപ്റ്റോട്ടീനിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ ക്രോമസോമൽ കണ്ടൻസേഷൻ, അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ പ്രോഫേസിൽ എന്താണ് നടക്കുക? ക്രോമസോമൽ കണ്ടൻസേഷൻ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ക്രോമസോംസ് പതുക്കെ കണ്ടൻസ് ചെയ്ത് ഗ്രാജുവലി വിസിബിൾ ആവാൻ തുടങ്ങും ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നോക്കുമ്പോൾ. ഇനി ഈ കോമ്പാക്ഷൻ, അതായത് ഇങ്ങനെ കോമ്പാക്ട് ആവുന്ന, കണ്ടൻസ് ചെയ്യുന്ന അവസ്ഥ ത്രൂ ഔട്ട് ലെപ്റ്റോട്ടീൻ കണ്ടിന്യൂ ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ലെപ്റ്റോട്ടീൻ ഈക്വൽസ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ. ആൻഡ് ഇത് കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് വരും പ്രോഫേസ് 1-ന്റെ, അതാണ് സൈഗോട്ടീൻ. സൈഗോട്ടീൻ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം കത്തേണ്ടത് സൈഗോട്ടീൻ സ്റ്റാൻഡ്സ് ഫോർ പെയറിംഗ്. സൈഗോട്ടീൻ ഈക്വൽസ് പെയറിംഗ്. ലെപ്റ്റോട്ടീൻ ഈക്വൽസ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ കോമ്പാക്ഷൻ ആണ് പഠിച്ചെങ്കിൽ സൈഗോട്ടീൻ ഈക്വൽസ് പെയറിംഗ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ക്രോമസോംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവര് പെയർ ചെയ്യാൻ തുടങ്ങും ടുഗെദർ. ആൻഡ് ഈ പ്രോസസ് ഓഫ് പെയറിംഗ് അല്ലെങ്കിൽ ഈ പ്രോസസ് ഓഫ് അസോസിയേഷന് നമ്മൾ എന്ത് വിളിച്ചു? സൈനാപ്സിസ് എന്ന് വിളിച്ചു. അതായത് ഒരു പെയർ ചെയ്യാൻ തുടങ്ങുന്നു, സൈഗോട്ടീൻ ഈക്വൽസ് പെയറിംഗ്. ഈ പ്രോസസ്സിനെ വിളിച്ചു സൈനാപ്സിസ്. ഇനി ഈ പെയർഡ് ക്രോമസോംസിനെ നമ്മൾ വിളിക്കുന്നു ഹോമോലോഗസ് ക്രോമസോംസ്. എന്ത് വിളിച്ചു? പെയർ ഫോം ചെയ്ത് ഒരു പേര് 2 ഉണ്ടോ? ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആരാണ്? ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ഇനി നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഈ സ്റ്റേജിൽ വേറൊരു സാധനം കൂടി നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ഇറ്റ് ഈസ് അക്കംപനീഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചർ കോൾഡ് സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. എന്ത് കോംപ്ലക്സ്? ഇത് അസോസിയേറ്റ് ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോർമേഷൻ കൂടി നടക്കുന്നുണ്ട്. എന്ത്? സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. അതായത് ഇതൊരു ക്രോമസോം. സൈഗോട്ടിൻ തുടങ്ങുമ്പോൾ അവർ ആദ്യം എന്താ ചെയ്യുന്നത്? പെയർ ചെയ്യാൻ തുടങ്ങും. ഒരു ഇഷ്ടമുള്ള കണ്ടുപിടിച്ച് പെയർ ചെയ്തു. ഇനി ഈ പെയർ ചെയ്യുന്നതിന്റെ ഇടക്ക് ഇലക്ട്രോൺ മൈക്രോഗ്രാഫി കൂടി നോക്കിയപ്പോ നമ്മൾ ഒരു സാധനം കൂടി കണ്ടു, ഒരു കോംപ്ലക്സ് ഫോർമേഷൻ. ഈ കോംപ്ലക്സ് നമ്മൾ എന്ത് വിളിച്ചു? സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. നമ്മൾ ഈ 2 എന്ത് വിളിച്ചു? ഹോമോലോഗസ് ക്രോമസോംസ്. ഇനി ഈ പെയർ ഓഫ് സൈനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്ത കോംപ്ലക്സിനെ നമ്മൾ വേറെന്തും കൂടി വിളിച്ചു? ബൈവാലന്റ് എന്നോ ടെട്രാഡ് എന്നോ വിളിച്ചു. ബൈവാലന്റ് എന്തുകൊണ്ടാണ്? കാരണം അവരൊരു പെയർ പോലെ ഫോം ചെയ്തത്. ടെട്രാഡ് എന്തുകൊണ്ടാണ്? അവർക്ക് 4 1 2 3 4 അവർ ആക്ച്വലി സെൻട്രോമിയറിന്റെ ലെവലിൽ ഡിവൈഡ് ചെയ്താൽ എത്ര സെക്ഷൻസ് കിട്ടും? 4 എണ്ണം കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിനെ ടെട്രാഡ് എന്ന് വിളിച്ചു. ടെട്രാഡ് അല്ലെങ്കിൽ ബൈവാലന്റ് എന്ന് വിളിച്ചു. ഹവെവർ ഇവര് ക്ലിയർലി വിസിബിൾ ഏത് സ്ട്രക്ചർ ആണെങ്കിലും നമ്മൾ ഏത് പറയണം? ഇതുവരെ അവർ ക്ലിയർലി വിസിബിൾ ആയിട്ടില്ല. ആൻഡ് ഈ ഫസ്റ്റ് 2 സ്റ്റേജസ് ഏതൊക്കെ? ലെപ്റ്റോട്ടീൻ ഈക്വൽസ് കോമ്പാക്ഷൻ ഓർ കണ്ടൻസേഷൻ. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് സൈഗോട്ടീൻ ഈക്വൽസ് പെയറിംഗ് ആൻഡ് സിനോപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ. ഈ 2 ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്. അപ്പൊ നമ്മൾ അടുത്ത കുറച്ച് ലോങ് ലിവിങ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കാണാൻ പോവാണ്. എങ്ങനെ ഈ ടെട്രാഡോ ബൈവാലന്റോ എന്താന്ന് വെച്ചാൽ വിളിച്ചോ അത് കൂടുതൽ ക്ലിയർലി വിസിബിൾ ആയ സ്റ്റേജ്, അതിനെ നമ്മൾ വിളിച്ചു പാക്കറ്റീൻ. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാണ് പാക്കറ്റീനിൽ ഈ സ്റ്റേജിൽ എന്താ നടക്കുക? 4 ക്രോമാറ്റിഡ്സും
ഈച്ച് ബൈവാലന്റ്, ഓരോ ബൈവാലന്റ് അതായത് ഓരോ പെയറിന്റെ 4 ക്രോമാറ്റിഡ്സും അവര് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്ലിയർലി അവര് നാല് പീസസ് അതായത് 4 സെക്ഷൻ പോലെ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ സ്റ്റേജില് വേറൊരു പുതിയ സാധനത്തിന്റെ കൂടെ അപ്പിയറൻസ് ഉണ്ടാവുന്നുണ്ട്, റീകോമ്പിനേഷൻ നോഡ്യൂൾസ്. റീകോമ്പിനേഷൻ നോഡ്യൂൾസ് വെച്ചാൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന പ്രോസസ്സായ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നുണ്ട്. ഈ ക്രോസിംഗ് ഓവറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടക്കുന്നതിന്റെ ഇനീഷ്യൽ പോയിന്റ് മാർക്ക് ചെയ്യുന്ന നോഡ്യൂളാണ് റീകോമ്പിനേഷൻ നോഡ്യൂൾസ്. ഇനി നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ കാണാൻ പോവാണ്. പാക്ടീൻ സ്റ്റേജിൽ എന്തൊക്കെ നടന്നു? ആദ്യം നമുക്കറിയാം ടെട്രാഡ് ഫോർമേഷൻ ഈസിലി വിസിബിൾ ആയി അല്ലെങ്കിൽ ക്ലിയർലി വിസിബിൾ ആയി, പെർഫെക്റ്റ്ലി വിസിബിൾ ആയി. അടുത്ത സ്റ്റേജ് നടക്കാൻ പോകുന്നത് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ. ഇതിന്റെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടാക്കുന്നതാണ് റീകോമ്പിനേഷൻ നോഡ്യൂൾ. റീകോമ്പിനേഷൻ നോഡ്യൂൾ റീകോമ്പിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാക്കി ഏതിന് ഹെൽപ്പ് ചെയ്യും? ദ പ്രോസസ് ഓഫ് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ. ഈ ക്രോസിംഗ് ഓവറും അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് ഇത് ആദ്യത്തെ ക്രോമസോം, ഇത് രണ്ടാമത്തെ ക്രോമസോം. നമുക്കറിയാം ഇതിന്റെ നടുക്കെന്തുണ്ട്? സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ട്. ഇനി ഇവരെന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് ക്രോസിംഗ് ഓവർ നടന്നത് എന്ത് പറ്റും? ഈ സാധനം എന്തായി മാറും? അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ റീകോമ്പിനേഷൻ എന്ന എൻസൈമിന്റെ സഹായത്തോടുകൂടി ഇതെങ്ങനെയായി? അവരവന്റെ ഒരു ഗ്ലവ്സ്, അതായത് നമ്മളിപ്പോ ഒരു പെയർ ഡാൻസ് തുടങ്ങുമ്പോൾ ഒരു ആണും ഒരു പെണ്ണും അവര് കളിക്കാൻ പോകണം, അതായത് അവര് പെയർ ഫോർമേഷൻ നടന്നു. പെയർ ഫോർമേഷൻ നടന്നു ഇനി എന്താ ചെയ്യാം? അവരവരുടെ ബോയ്ക്ക് ബ്ലൂ ആണെങ്കിൽ ദ ഗേളിന് പിങ്ക് ഗ്ലൗസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി അടുത്ത സ്റ്റേജിൽ അവരെന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർക്ക് ആക്ച്വലി 2 കൈ ഉണ്ട്, പക്ഷെ അവർ പിടിക്കുന്നത് ഏതേ ഉള്ളൂ? ഒരാൾ ഒരു കൈ മാത്രമേ മറ്റേയാൾക്ക് പിടിക്കുന്നുള്ളൂ. ഇനി അവര് കൈ പിടിച്ച് നിൽക്കാണ്. ബോയിന്റെ റൈറ്റ് ഹാൻഡും ഗേളിന്റെ ലെഫ്റ്റ് ഹാൻഡും പിടിച്ചോണ്ട് നിൽക്കാണ്. ആ പിടിച്ച കയ്യിൽ അവരിനി എന്ത് ചെയ്യും? അവരുടെ കയ്യിലെ ഗ്ലൗസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അവര് ഗ്ലൗസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇപ്പൊ ഗേളിന്റെ ബോയ് ആയിട്ട് പിടിച്ച കയ്യിലത്തെ പിങ്ക് ഗ്ലൗസ് ബോയിന് കൊടുക്കും. അപ്പൊ ഈ ബോയ്ക്ക് എന്തായി? ബോയിന്റെ ഈ കൈ പിടിച്ച കയ്യില് നമുക്ക് ഗേളിന്റെ പിങ്ക് ഗ്ലൗസ് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ക്രോസിംഗ് ഓവർ. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നതിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് ടേം വൈസ് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഏത് തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക? ബിറ്റ്വീൻ നോൺ സിസ്റ്റർ chromatid of homologous chromosomes. അതും ഇമ്പോർട്ടന്റ് ആണ്. ആ ടേം ബിറ്റ്വീൻ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണോ നോൺ സിസ്റ്റർ ആണോ, ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണോ നോൺ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണോ? നമുക്കറിയാം പെയർ ഫോർമേഷൻ നടന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിച്ചു. ഇനി സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താണ്? ഇതും ആണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പൊ ഇതും എടുത്താൽ എന്താ? നമുക്കറിയാം ഒരേ ഹോമോലോഗസ് ക്രോമസോംസ് ആയിരുന്നു, പക്ഷെ അതിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിന്റെ ക്രോസിംഗ് ഓവർ ആണ് നടക്കുന്നത്. സിസ്റ്റർ ക്രോമാറ്റിഡിന്റെ ക്രോസിംഗ് ഓവർ നടക്കുകയാണെങ്കിൽ എങ്ങനെയാ? ഇതും ഈ സൈഡും കൂടി ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അങ്ങനെയല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ, അതായത് ഹോമോലോഗസ് ക്രോമസോംസിന്റെ, അത് പെയർ ഫോം ചെയ്ത ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ ക്രോസിംഗ് ഓവർ ആണ് നടക്കുന്നത്. അപ്പോ ഈ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ അടുത്ത സെന്റൻസിലേക്ക് പോകണം. ക്രോസിംഗ് ഓവർ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഗ്ലവ്സ് എക്സ്ചേഞ്ച് ചെയ്ത് ബോയ് ഗേൾ എന്ന് പഠിച്ചു, പക്ഷെ ഇവിടെ ആക്ച്വലി നടക്കുന്ന എന്താണ്? അറ്റ് ദ ബേസിക് ലെവൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ് നടക്കുന്നത് ബിറ്റ്വീൻ ദ 2 ഹോമോലോഗസ് ക്രോമോസോംസ്. ഇനി അതൊരു എൻസൈം മീഡിയേറ്റഡ് പ്രോസസ് ആണ്. എൻസൈം ഇൻവോൾവ് ചെയ്ത റീകോമ്പിനേസ് എന്ന് വിളിച്ചു. റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവറിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം റീകോമ്പിനേസ്. ഇനി ഈ ക്രോസിംഗ് ഓവർ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ആക്ച്വലി ക്രോമസോംസിന് റീകോമ്പിനേഷൻ നടന്നത്. ബോയ് അതിന്റെ ബ്ലൂ ഗ്ലൗസ് ഗേളിന് കൊടുത്തപ്പോൾ ആക്ച്വലി അത് എന്തായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്ന പ്രോസസ്സിൽ? അറ്റ് ദ ബേസിക് ലെവൽ നമുക്ക് മനസ്സിലായി അവരുടെ ജനറ്റിക് മെറ്റീരിയലിന്റെ റീകോമ്പിനേഷൻ ആണ് നടന്നത്. ആൻഡ് ഈ എൻഡ് ഓഫ് പാക്ടീൻ ആവുമ്പോൾ എന്ത് പറ്റും? റീകോമ്പിനേഷനും കംപ്ലീറ്റഡ് ആവും. ആൻഡ്
ഈ റീകോമ്പിനേഷൻ കംപ്ലീറ്റഡ് ആയാലും നമുക്കറിയാം അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് ആക്ച്വലി ക്രോമസോംസ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. പാക്റ്റീൻ ഈക്വൽസ് എന്താണ് ക്രോസിംഗ് ഓവർ. നമ്മൾ പഠിച്ചു ലെപ്റ്റോട്ടീൻ ഈക്വൽസ് എന്താണ് കണ്ടൻസേഷൻ. സൈഗോട്ടീൻ ഈക്വൽസ് എന്താണ് പെയറിംഗ് ആൻഡ് സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ. ഇനി പാക്റ്റീന്റെ എൻഡിൽ എന്ത് നടന്നു? ക്രോസിംഗ് ഓവർ ഇസ് കംപ്ലീറ്റഡ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഈ സൈറ്റ്സ് ഓഫ് ക്രോസിംഗ് ഓവറിൽ, അതായത് നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന ബോയും ഗേളും ഗ്ലവ്സ് മാറ്റിയെങ്കിലും അറ്റ് ദി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്ലവ്സ് അവര് ലിങ്ക്ഡ് തന്നെയാണ്. അവര് സെപ്പറേറ്റ് വരക്കരുത്. എങ്ങനെ? അവര് ലിങ്ക്ഡ് തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നു ഏത് അടുത്ത സ്റ്റേജ്, അതായത് ഡിപ്ലോട്ടീൻ. ഡിപ്ലോട്ടീനിൽ എന്താ പറ്റുക? നമ്മുടെ സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസൊല്യൂഷൻ നടക്കാണ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുക. നമ്മുടെ സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഇല്ലാണ്ടാവുന്നു. ആൻഡ് ടെൻഡൻസി ഓഫ് ദ റീകമ്പൈൻഡ് ഹോമോലോഗസ് ക്രോമസോം ടു സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. നമ്മുടെ ബൈവാലൻസിനെ നമ്മൾ ഗ്ലവ്സ് എക്സ്ചേഞ്ച് ചെയ്തു. ഇനി അവർ സെപ്പറേറ്റ് ചെയ്യാണ് എക്സെപ്റ്റ് അറ്റ് ദി സൈറ്റ്സ് ഓഫ് ക്രോസ് ഓവർ. ക്രോസ് ഓവറിന്റെ സൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ബൈവാലൻസ് സെപ്പറേറ്റ് ചെയ്യും. ആൻഡ് ഈ ക്രോസ് ഓവറിൽ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കാണുമല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? കയാസ്മേറ്റ. എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കോൾഡ് കയാസ്മേറ്റ. ഇനി ഒരു GK പോലൊരു ഫാക്ട് വന്നിരിക്കാണ്. ചില വേർട്ടിബ്രേറ്റ്സിന്റെ ഊസൈറ്റ്സില് ഡിപ്ലോട്ടീൻ എന്ന് പറഞ്ഞത് എത്രയാണ്? ക്യാൻ ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. ആ സെന്റൻസ് ജസ്റ്റ് നോക്കി നോക്കാം. ഇഫ് ഇറ്റ്സ് എ ഫോൾസ് അല്ലെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇനി നമുക്കറിയാം കയസ്മേറ്റ് എന്താ? ഇവിടെ ഒരു എച്ച് ഷേപ്ഡ് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ കയാസ്മേറ്റ എന്ന് വെച്ചാൽ അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ഡിപ്ലോട്ടീൻ ഈക്വൽസ്, ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ, ഡിപ്ലോട്ടീൻ ഈക്വൽസ് ഡിസൊല്യൂഷൻ ഓഫ് സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് എവിടെ? ഇതാണ് നമ്മൾ ആദ്യം കണ്ട സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഇത് പതുക്കെ ഡിസൊല്യൂഷൻ നടക്കും. ഏതില്? ഡിപ്ലോട്ടീൻ സ്റ്റേജില്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് പറയാൻ വന്നത് നോട്ട്. നമുക്കറിയാം സെൽ ഡിവിഷൻ അറസ്റ്റ് ആവാണ് അറ്റ് ദി ലെവൽ ഓഫ് ഡിപ്ലോട്ടീൻ. അറസ്റ്റഡ് അറ്റ് ഡിപ്ലോട്ടീൻ. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡിക്റ്റിയോട്ടീൻ. സെൽ ഡിവിഷൻ അറസ്റ്റ്, ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ സെൽ ഡിവിഷൻ അറസ്റ്റ് ചെയ്താൽ എന്താ പറ്റുക? ഡിപ്ലോട്ടീൻ പ്രൊലോങ്ങേഷൻ നടക്കും. പ്രൊലോങ്ങേഷൻ ഓഫ് ഡിപ്ലോട്ടീൻ നടക്കും. അതിന് നമുക്ക് എന്താ, ആ ടേമിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡിക്റ്റിയോട്ടീൻ. ഇനി ദ ഫൈനൽ സ്റ്റേജ് ഡയാകൈനസിസ്. ഈ ഡയാകൈനസിസിൽ എന്താണ്? ഡയാകൈനസിസ് ഈക്വൽസ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റ എന്താ നമ്മൾ ഓൾറെഡി കണ്ടു, എച്ച് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. നമ്മൾ കയാസ്മേറ്റ എന്ന് വിളിച്ചിരുന്നു. അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ അവരുടെ ടെർമിനലൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഡയാകൈനസിസ് എന്ന് വിളിച്ചത്. മാർക്ഡ് ബൈ ടെർമിനലൈസേഷൻ. ഇനി ഈ ഫേസിൽ എന്താ പറ്റുക? ക്രോമസോംസ് കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് ആയി ആൻഡ് മിയോട്ടിക് സ്പിൻഡിൽ അസംബിൾ ആയി. എന്തിന്? ഈ ഹോമോലോഗസ് ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഡയാകൈനസിസ് എന്തും കൂടി സംഭവിച്ചു? ന്യൂക്ലിയോളസ് ഡിസപ്പിയർ ആയി, ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ആയി ആൻഡ് അവർ പതുക്കെ ട്രാൻസിഷൻ നടക്കുകയാണ്. എങ്ങോട്ടേക്കുള്ള? മെറ്റഫേസിലേക്കുള്ള ട്രാൻസിഷൻ നടന്നു. ഇനി മെറ്റഫേസ് 1 പ്രോഫേസിലെ നമ്മൾ ഇത്രയും 5 പ്രോഫേസിന്റെ വിത്തിൻ ഉള്ള 5 സ്റ്റേജസ് അതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടു. ഇനി നമ്മൾ ട്രാൻസിഷൻ നടന്ന് മെറ്റഫേസ് 1ലേക്ക് പോവാണ്. ഇനി ഈ മെറ്റഫേസ് 1ൽ എന്ത് സംഭവിച്ചു? ഈ ഹോമോലോഗസ് ക്രോമസോംസ് അലൈൻ ആവും. നമുക്കറിയാം മെറ്റഫേസ് പ്ലേറ്റ് ഫോർമേഷൻ, അതായത് അലൈൻമെന്റ് നടക്കേണ്ടതാണ്. അപ്പോ ഈ അലൈൻമെന്റ് നടക്കുമ്പോൾ എന്താ പറ്റുക? നമുക്കറിയാം
ഈ ബൈവാലന്റ് ക്രോമസോംസ് അലൈൻ ചെയ്യും ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലേറ്റ് ആൻഡ് microtubules from the opposite poles of spindle attaches itself to the kinetochore of homologous chromosomes. ഈ മെറ്റഫേസ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ മെറ്റഫേസ് അല്ല ഈ മെറ്റഫേസ്. ഈ മെറ്റഫേസിൽ നമുക്കറിയാം എന്ത്, ഇവര് പെയറായിട്ടാണ് ഇവിടെ അറ്റാച്ച് ചെയ്തത്. നമുക്ക് ഓൾറെഡി മിയോസിൽ കണ്ടപ്പോ നമുക്കറിയാം അവർ ജസ്റ്റ് മൈറ്റോസിൽ കണ്ടപ്പോ എങ്ങനെയായിരുന്നു, അവർ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത്. ഈ പ്ലേറ്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അവര് സ്പ്ലിറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഒരു എക്സ്ട്രാ ഒരു പെയറായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് മെറ്റഫേസ് പ്ലേറ്റില്. ഏതില്? മിയോസിസ് 1. അപ്പോ മിയോസിസ് 1 വരക്കാൻ നമ്മൾ എങ്ങനെ വരക്കും? മെറ്റഫേസ് പ്ലേറ്റില് ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് കാണും ആൻഡ് ഇവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്ത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. ഇനി നമുക്കൊരു ഡയഗ്രം കാണാം. ഇവിടെ ഇങ്ങനെ ഒരു പെയർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പേഴ്സ് ഇങ്ങനെ മെറ്റഫേസ് പ്ലേറ്റിൽ വന്ന് അലൈൻ ചെയ്തു ആൻഡ് ദ ഹോൾ ഈച്ച് ഇൻഡിവിജ്വൽ എങ്ങോട്ടേക്ക്, അറ്റത്തേക്ക് അല്ലെങ്കിൽ പോളിലേക്ക് പോവാണ്. ആനഫേസ് 1 എന്ത് സംഭവിച്ചു? അഗൈൻ ദ സെയിം തിങ്, സെപ്പറേഷൻ. ഇനി ടീലോഫേസ് 1 എന്ത് സംഭവിച്ചു? ടീലോഫേസ് 1 എല്ലാ സാധനങ്ങളും റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞൊരു സൈറ്റോകൈനസിസ് നടക്കും ആൻഡ് ഇതിനെ നമ്മൾ സൈറ്റോകൈനസിസ് ഫോളോ ചെയ്ത സെല്ലിന് നമ്മൾ നേരത്തെ ട്രയാഡ് എന്നാണ് വിളിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ സൈറ്റോകൈനസിന്റെ എൻഡിൽ നിൽക്കുകയാണ്. അതിന് നമ്മൾ ഡയാഡ് എന്ന് വിളിച്ചു. ആൻഡ് ചില കേസസിൽ ക്രോമസോംസ് എന്താവും? ദേ അണ്ടർഗോ സം ഡിസ്പേർഷൻ ആൻഡ് അവര് എങ്ങോട്ടേക്ക് എത്തുന്നില്ല? ഇന്റർഫേസ് ന്യൂക്ലിയസിന്റെ അത്രയും ആ എക്സ്ട്രീം സ്റ്റേറ്റിലേക്ക് എത്തുന്നില്ല. ആൻഡ് നമ്മൾ ഈ സ്റ്റേജിന് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻ നമ്മൾ എന്ത് വിളിച്ചു? ഇന്റർഫേസ് എന്നല്ല ഇന്റർകൈനസിസ് എന്ന് വിളിച്ചു. ഇന്റർകൈനസിസ് ഇന്റർഫേസ് ഡിഫറൻസ് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ഷോർട്ട് ലിവ്ഡ് സ്റ്റേജ് ആണ് ബിറ്റ്വീൻ ദ 2 മിയോട്ടിക് ഡിവിഷൻസ്. ആൻഡ് ഇന്റർകൈനസിൽ എന്തും കൂടി ഇല്ല, ദർ ഇസ് നോ റെപ്ലിക്കേഷൻ ഓഫ് DNA. നമുക്കറിയാം ഇന്റർഫേസിന്റെ എസ് ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടന്നിരുന്നു. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. ആൻഡ് ഇന്റർകൈനസിസ് കഴിഞ്ഞ അടുത്ത വരുന്ന സ്റ്റേജ് എന്താ? പ്രോഫേസ് 2. ഈ പ്രോഫേസ് 2 ആക്ച്വലി കമ്പാരിറ്റീവ്ലി നല്ല സിംപ്ലർ ആണ് ദാൻ പ്രോഫേസ് 1. പ്രോഫേസ് 2 എന്ത് സംഭവിച്ചു? മിയോസിസ് 2 is almost same as മൈറ്റോസിസ്. കാരണം എന്താ, നമ്മുടെ നേരത്തെ ഓൾറെഡി കണ്ട എല്ലാ സാധനങ്ങളും തന്നെയാണ് നടക്കാൻ പോകുന്നത് മൈറ്റോസിൽ. ഓൾമോസ്റ്റ് സെയിം, അതായത് പെയറിംഗ് അപ്പോ കായസ്മേറ്റ ഫോർമേഷനോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. ആൻഡ് പ്രോഫേസ് 2 ഈ സെന്റൻസ് നോട്ട് ചെയ്യുക. മിയോസിസ് 2 റിസെമ്പിൾസ് നോർമൽ മൈറ്റോസിസ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആയി, ക്രോമസോംസ് കോമ്പാക്ട് ആയി. മെറ്റഫേസ് 2 എന്ത് വെച്ചു? അലൈൻമെന്റ് നടന്നു ആൻഡ് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തു ടു ദി കൈനറ്റോകോർസ് ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇനി സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ ആനഫേസ് 2 നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നടന്നു ആൻഡ് അവര് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. മിയോസിസ് 2 ഡയഗ്രം കണ്ടറിയാം, അവര് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങാണ്. ആൻഡ് എല്ലാം കഴിഞ്ഞ് ഫൈനലി ടീലോഫേസ് 2 അവിടെ എന്ത് സംഭവിച്ചു? അഗെയിൻ അവര് എൻക്ലോസ്ഡ് ആവും ന്യൂക്ലിയർ എൻവലപ്പ് വെച്ച്. അത് കഴിഞ്ഞ് അഗെയിൻ സൈറ്റോകൈനസിസ് നടക്കും, റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടെട്രാഡ് ഓഫ് സെൽസ്, അതായത് 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്. മിയോസിസ് 2 എൻഡിൽ എന്തൊക്കെ സംഭവിച്ചു? നമുക്ക് 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് കിട്ടി. ഇനി മൈറ്റോസിന്റെ സിഗ്നിഫിക്കൻസ് കണ്ട പോലെ തന്നെ മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? മിയോസിസ് വഴിയാണ് നമുക്ക് എങ്ങനെ അക്രോസ് ജനറേഷൻസ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിന് സെയിം സ്പീഷീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് എന്ത് പറ്റും? മിയോസിസ് ഇല്ലെങ്കിൽ നമുക്കറിയാം 2 ഓർഗാനിസം 2N ആയിരുന്നു, മെയിൽ 2N ഫീമെയിൽ 2N. മിയോസിസ് നടന്നാണ് N ഉള്ള ഗാമിറ്റ്സ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതില്ല, മിയോസിസ് ഇല്ല. അപ്പൊ എന്ത് പറ്റും? 2N ഉള്ള ഗാമിറ്റ്സ് തന്നെ. ഇവര് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ 4N കിട്ടും. അപ്പൊ നമുക്കറിയാം പേരന്റ് സെല് 2N ഉം ഡോട്ടർ സെല് 4N ഉം ആയി. അപ്പൊ സ്പീഷീസ് സെയിം ആയിരിക്കോ? അല്ല, ജനറ്റിക് മെറ്റീരിയലും എല്ലാ സംഭവങ്ങളും മാറ്റി ഒരു വേറെ തന്നെ ഒരു സ്പീഷീസ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറ്റുക, ഈ റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ഉള്ളതുകൊണ്ടാണ് ഈ സെക്ഷലി കൺസർവേഷൻ നടക്കുന്നത് ഓഫ് സ്പെസിഫിക് ക്രോമസോം നമ്പർ. 46 ആയിരുന്നു ഹ്യൂമൻ. പക്ഷെ മിയോസിസ് ഇല്ലായിരുന്നെങ്കിൽ ആദ്യത്തെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് അടുത്ത
പ്രോജനിയിലേക്ക് വരുമ്പോൾ അത് ഡബിൾ ആയി 84 ആയേനെ. പക്ഷെ നമുക്ക് ഇപ്പോഴും 42 തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി പ്രോസസ് ഓഫ് മിയോസിസ് ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ജനറ്റിക് വേരിയബിലിറ്റി. നമുക്കറിയാം നമ്മൾ ക്ലോൺസ് അല്ല ഉണ്ടാകുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് പ്രോജനീസ് എങ്ങനെയാ എക്സാക്ട് ക്ലോൺസ് അല്ല ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ്? അവര് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടത്തി ജനറ്റിക് വേരിയബിലിറ്റി കുറച്ച് ഇൻകൾക്കേറ്റഡ് ആയി വന്നതുകൊണ്ടാണ്. ആൻഡ് നമുക്കറിയാം ഫൈനലി വേരിയേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി പ്രോസസ് ഓഫ് എവല്യൂഷൻ. ഇനി നമ്മൾ സമ്മറിയിലേക്ക് കടക്കാണ്. അക്കോർഡിംഗ് ടു സെൽ തിയറി നമുക്കറിയാം സെൽസ് എവിടുന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഈ പ്രോസസ്സ് നടക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിച്ചു? സെൽ ഡിവിഷൻ എന്ന് വിളിച്ചത്. ഇനി എനി സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം അവര് ഒരു സിംഗിൾ സെൽ സൈഗോട്ടിൽ നിന്നാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സെൽ ഡിവിഷൻ ഡസ് നോട്ട് സ്റ്റോപ്പ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് മെച്യൂർ ഓർഗാനിസം. പിന്നെന്താ പറ്റുക? മെച്യൂർ ഓർഗാനിസം ഉണ്ടായ ഗ്രോത്ത് എല്ലാം നിർത്തി ഇരിക്കുകയാണോ ചെയ്യുക? അല്ല, അത് കണ്ടിന്യൂ ചെയ്യും ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. നമ്മൾ എന്തൊക്കെ കണ്ടു? സ്റ്റേജസ് കണ്ടു. ഈ സ്റ്റേജസിനെ സെൽ സൈക്കിൾ നമ്മൾ 2 ഫേസ് ആയി ഡിവൈഡ് ചെയ്തു. ഇന്റർഫേസ് അഥവാ പ്രിപ്പറേറ്ററി ഫേസ് ആൻഡ് മൈറ്റോട്ടിക് അല്ലെങ്കിൽ എം ഫേസ്. ആൻഡ് ആക്ച്വൽ പീരിയഡ് ഓഫ് സെൽ ഡിവിഷൻ എവിടെയാണ് നടക്കുന്നത്? എം ഫേസിലാണ്. ഇനി ഇന്റർഫേസിനെ സബ് ഡിവിഷൻ ചെയ്ത് G1S G2 ആക്കി. ഇനി ഓരോ ഫേസിലും എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇനി അഗൈൻ അവർ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഏതിനെ കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് എം ഫേസിൽ നടക്കുന്നതാണ്. അതിനെ ആ കാരിയോകൈനസിനെ 4 ഫേസ് ആയിട്ട് അഗൈൻ ഡിവൈഡ് ചെയ്തു. പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ്. അതിലെ മൈറ്റോസിലും മിയോസിലും ഡിഫറൻസസും കണ്ടു. എങ്ങനെ? മിയോസിസിൽ നമുക്കറിയാം 2 ഫേസ് നടക്കുന്നുണ്ട്, 2 സീക്വൻഷ്യൽ സൈക്കിൾസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് സൈറ്റോകൈനസിസ്. പക്ഷെ ഒരു DNA റെപ്ലിക്കേഷൻ നമുക്ക് കാണുന്നുള്ളൂ. ആൻഡ് ഈ മിയോസിസിന്റെയും മൈറ്റോസിന്റെയും ഇടയ്ക്കുള്ള ഫേസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇന്റർകൈനസിസ് എന്ന് വിളിച്ചു. ആൻഡ് മിയോസിസ് 1 നമുക്കറിയാം ലോങ് ഫേസ് ആണ്. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രോഫേസിൽ ഫർദർ ഡിവൈഡ് ഇൻടു 5 ഫേസസ്. ഏതൊക്കെ? ലെപ്റ്റോട്ടീൻ ഈക്വൽസ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ. Zygote equals pairing up and synaptonemal complex formation. Pactin equals crossing over അല്ലെങ്കിൽ recombination. Diplotin dissolution of synaptonemal complex. And finally diakinesis terminalization of chiasmata. ഇത്രയും സാധനങ്ങൾ ഏതിലാണ്? മിയോസിസ് 1ന്റെ പ്രോഫേസിൽ നമ്മൾ കണ്ടു. ഇനി അത് കഴിഞ്ഞ് എന്താ പറ്റുക? മിയോസിസ് 2 നടക്കും. മിയോസിസ് 2 is similar to mitosis. And ആനഫേസ് 2ന്റെ സമയത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് 4 ഹാപ്ലോയിഡ് സെൽസ് കിട്ടി. ഇത്രയാണ് ഏത് സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉള്ളത്. ഇനി നമുക്ക് എക്സസൈസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. 16 ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.